ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇത്രയും വർഷം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടും പരിസരമാണ്. അതായത് മൈ ഹെവൻ. കണ്ടില്ലേ, കാണികള് ത്രില്ലടിച്ച് നിൽക്കണേ. നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് വശത്ത് നിന്ന് തുടങ്ങാം. ആദ്യം ഈ സൈഡിലേക്ക് പോകാം. ഇവിടെയൊക്കെ ചെടികൾ അട്ടുപിടിപ്പിച്ചേക്കാണ്. ഇതുണ്ടോ, ഇത് തേങ്ങ പൊതിച്ചതാ. ഇതൊക്കെ അച്ഛണ്ടാക്കിയതാട്ടോ. ഇതൊക്കെ അച്ഛണ്ടാക്കിയതാ. പിന്നെ നിങ്ങൾക്ക് ഈ ചെടിയുടെ പേരറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടേക്ക്. അതെ, അതുപോലെ കുറേ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ലവ് ബേഡ്സ്, ഞങ്ങളുടെ ലവ് ബേഡ്സാണ്. ഞാൻ കുറച്ചും കൂടെ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഞങ്ങൾ ആദ്യം വാങ്ങിച്ച ഇതിൻ്റെ പേര് പഞ്ചു വാച്ചു എന്നാണ്. ഏറ്റവും ആദ്യം വാങ്ങിച്ച 2 ലവ് ബേഡ്സിൻ്റെ പേര് പഞ്ചു വാച്ചു. ഇവിടേക്ക് വരുമ്പോൾ ഇതും അച്ഛൻ്റെ മറ്റൊരു കലാസൃഷ്ടിയാണ്. ഇത് അച്ഛനുണ്ടാക്കി തന്നെയാണ്. കുപ്പി, ഇതാണ് ഞങ്ങളുടെ അണ്ണാൻ്റെ പേര് കിട്ടു മിട്ടു. ഈ സൈഡിലേക്കൂടെ കുറേ ചെടിച്ചട്ടികളിൽ ചെടി നട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ബാക്ക് വശത്തേക്ക് പോകുന്ന വഴി. ബാക്കിലേക്ക് പോകാം. ഇവിടെ ഒന്നും തേച്ചിട്ടില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തേക്കണം. നമുക്ക് ബാക്കിലേക്ക് പോകാം. അതാണ് ബാക്ക് വശം. ഉണ്ടോ, ഇവിടെ കുപ്പിയിൽ പെയിൻ്റ് അടിച്ച് വെച്ചാൽ കുറച്ച് കുപ്പികൾ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റി വെച്ചത്. അതിന് സ്ഥലം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവിടേക്ക് വയ്ക്കും. ഇവിടെ ഒരു നല്ല തണലല്ലേ, കാരണം നല്ല ഷീറ്റൊക്കെ ഇട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അക്വേറിയം. ഇത് ഉണ്ടാക്കിയ അക്വേറിയമാണ്. പിന്നെ നിങ്ങൾ നേരത്തെ കണ്ടില്ല ലവ് ബേഡ്സിൻ്റെ ആ കൂടും, അതും അച്ഛൻ ഉണ്ടാക്കിയതാണ്. ഇത് മീനുകളൊക്കെ ഉണ്ട്. എപ്പിയാണ് മൊത്തം. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് പോകാം. ഇതാണ് ഞങ്ങൾ അലക്കട സ്ഥലം. എന്താ പറയുക, കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മിക്ക സൈഡിലും ഇങ്ങനെ ചെടികൾ നട്ടേക്കുവാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ചെടിയാണ്. ഞാൻ പറയാനുള്ള, എന്തായാലും നിങ്ങളത് കമൻറ്റ് ചെയ്തേക്ക്. അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും കമൻറ്റ് ചെയ്തേക്ക്. ഇതാണ് സൈഡ്. കണ്ടോ, ഇവിടെ ഗ്രില്ല്, ഈ ഗ്രില്ല് കഴിഞ്ഞിട്ട് അവിടെയാണ് അടുക്കള. ഇനിയിപ്പോൾ അകത്തേക്ക് ഇറങ്ങാൻ. ഇവിടെയൊക്കെ അത് പൂക്കളൊക്കെ നട്ടിട്ടുണ്ട്. ഇതേ കിണർ, ഇതാണ് ഞങ്ങളുടെ കിണർ. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ ചെരുപ്പിടാനുള്ള ഇതൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ പുറത്ത് ഇട്ടിട്ടുള്ളൂ. ഇതാണ് ചെരുപ്പിടാൻ വയ്ക്കാനുള്ള സംഭവം. ഇതിവിടെ പുറത്ത് 3 കസേര വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. ഏകദേശം ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇങ്ങോട്ട് പോകാം. ആദ്യം തന്നെ ഡൈനിങ് റൂമിലേക്ക് പോകാം. ഞങ്ങളുടെ വീടിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ തേക്കാനൊക്കെ ഉണ്ട്. വൈകാണ്ട് തന്നെ തേക്കും. നേരത്തെ വീട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി തേക്കാൻ. പിന്നെ ട്രോഫീസ്, ഇതെൻ്റെ ബർത്ത്ഡേയുടെ ആണ്. അതിനകത്ത് പേര് എഴുതി വെച്ചിട്ടുണ്ട്. റിയലിൽ നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ 200 സബ്സ്ക്രൈബേഴ്സ് അടിക്കണം. അന്ന് ഞാൻ എന്തായാലും ഞാൻ റിവീൽ ചെയ്യും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിൽ ആ സബ്സ്ക്രൈബറിനെ അടിച്ച് പൊട്ടിക്കുക പ്ലീസ്. റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സാണ്. അതിന് നമുക്ക് മുറികളിലേക്ക് പോകാം. പിന്നെ ഇതൊരു മുറിയാണ്. ഇത് പൂജാമുറിയാണ്. കണ്ടോ, അതെ, ഇത് പറയാൻ വിട്ടുപോയി. ഇത് അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും ആദ്യ സൈഡിലും ഇവിടെ മേളത്തിനും ഉണ്ട്. ഞങ്ങൾ കുറേ വർഷമായി. അപ്പം മേളത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോഴും പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ഫോട്ടോ ആണത്. സെപ്പറേറ്റ് എടുത്താണ്. പിന്നെ ഇതാണ് റൂം. ഇതാണ് 1ാമത്തെ റൂം. ഉണ്ടോ, ഇതൊരു അലമാരയാണ്. ഇത് പണ്ട് പോലെ ഈ വീട് പണിതിപ്പോൾ ആദ്യമായിട്ട് വാങ്ങിച്ച അലമാരയാണിത്. പിന്നെ ഇവിടെ പിന്നെ ഒരു ബാത്റൂമുണ്ട്. ഇപ്പോൾ തുറന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ ബാത്റൂം എങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇനി നിങ്ങൾക്ക് അപ്പുറത്തെ റൂമുണ്ട്. ഇവിടെയാണ് നമ്മൾ ആദിഷ് വേൾഡിലൊക്കെ കിടക്കണേ. ആദിഷ് വേൾഡ്. പിന്നെ ഇത് അടുത്ത അലമാര. ഇത് വാങ്ങിച്ചിട്ട് ഒരുപാടൊന്നും ആയില്ല, കുറച്ചായിട്ടുള്ളൂ. പിന്നെ ഇത് ഞങ്ങളുടെ ഇടയ്ക്കാണ്. ഇപ്പോൾ കൊട്ടാൻ വേണ്ടി അവിടെ കെട്ടി തൂക്കിയിട്ടാണ്. കൊട്ടി കഴിയുമ്പോൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഊരി വയ്ക്കും. ഇനി നമുക്ക് അവിടേക്ക് പോകാം. ഇത് ദിവാങ്കോട്ട്.
ആൾക്കാർ വരുവാണെങ്കിൽ ഇരിക്കാനും പിന്നെ ടി വി കാണുമ്പോൾ കിടക്കാനും വലിയ LED ഒന്നുമില്ല, ചെറിയ TV കാണാൻ പറ്റി TV കാണാൻ വേണ്ടി ഇവിടെ കിടക്കും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കും, എന്ത് വേണം ചെയ്യാം. അതിനാണ് അത്ര അസേര ഇതൊക്കെ വെച്ചാണ്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഈ അടുക്കളയ്ക്ക് ഒരു പേരുണ്ട്, ഇതാണ് വലിയ അടുക്കള. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഈ മുറികളിലെ ഇതിനകത്ത് ഈ മുറിയാണ് വലിയ മുറി, കാരണം ഇത് കുറച്ച് വലുതായുണ്ട്. ഈ മുറിയാണ് കുഞ്ഞു മുറി, ഇത് കുറച്ച് ചെറുതായുണ്ട്. ഇരിക്കട്ടെ, ഇത് പണ്ട് വരെ അങ്ങനെ വിളിക്കുന്നത്, അതുകൊണ്ടാണ് അല്ല പറയണത്, വിളിക്കലല്ല പറയണേ. ഇത് വലിയ അടുക്കള കാരണം. പിന്നെ ഇവിടെ ഗ്യാസ് സ്റ്റവ് ആണ്. ഇത് കുഞ്ഞടുക്കള, ഇവിടെ ചെറിയ അടുക്കള എന്നൊക്കെ പറയും. ഇവിടെയാണ് പൊടികളൊക്കെ വെച്ചാണ്. പിന്നെ ഇവിടെ വിറകടുപ്പ്, ഇവിടെ ഗ്യാസ് സ്റ്റവ്. പിന്നെ അതെ ഉണ്ടോ, നേരത്തെ നിങ്ങൾ കണ്ടില്ലേ അത്. ഇവിടെ പുറത്തായിട്ട് ഈ സൈഡിലായിട്ടൊരു ബാത്റൂം ഉണ്ട്, അത് നിങ്ങൾ കാണിച്ചു. അവിടേക്ക് ഒരു സൈഡിലായിട്ട് തൊട്ടടുത്ത് തന്നെ നമ്മൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അവിടേക്കൂടെ വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമുക്ക് കാണിക്കാനുള്ളത് മേൽഭാഗമാണ്. നമുക്ക് മേളിലേക്ക് പോകാം. മേളിലാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ. നിങ്ങൾ തിയേറ്ററിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് ഈ ഐക്കാർഡിൽ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം തന്നെ പോയി കണ്ടോ, അതായത് ബാക്കി തോന്നുന്നു കണ്ടാൽ മതി. ഇനി നമുക്ക് മേളിലേക്ക് പോകാം. കണ്ടോ ഈ മരക്കഷ്ണം കണ്ടോ, ഞാനകത്ത് 2 തുമ്പിക്കൈയും ഒരു കൊമ്പും. ആരിപ്പോരും അങ്ങനെയല്ലല്ലോ. 2 2 എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു തുമ്പിക്കൈയും 2 കൊമ്പും. ഇപ്പൊ ഇത് കണ്ട ഞാൻ ഒരു ആനയുടെ ഇതില്ലേ, ഇത് ചുമ്മാ ഞങ്ങൾ ഉണ്ടാക്കിയതല്ലേ ഇങ്ങനെ. ഈ മരക്കഷ്ണം ഇവിടെ പറമ്പിൽ കിടന്ന് കിട്ടിയതാ. അപ്പോൾ പറമ്പിൽ കിടന്ന് കിട്ടി കഴിയുമ്പോൾ ഇങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചത്. അത് വേറെ ഏതൊക്കെ മൃഗങ്ങളൊക്കെ ഉണ്ട്. ഇത് പണി പകുതിയാക്കി വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത് ഞാൻ നേരത്തെ ചെറിയ ക്ലാസ്സുകളിൽ ഫ്ലവർ മേക്കിങ്ങിന് പോകാറുണ്ട്, അപ്പം ഉണ്ടാക്കി വെച്ചാണ് ഇതൊക്കെ. നമുക്ക് മേളിലേക്ക് പോകാം, പെട്ടെന്ന് പോകാം. ഈ റൂം നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം ഇതാണ് നമ്മുടെ തിയേറ്റർ. നിങ്ങൾക്ക് അറിയാം, കാരണം കഴിഞ്ഞ ദിവസത്തെ തിയേറ്റർ ക്ലീനിങ്ങിൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ ഞാൻ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് വീഡിയോ ഷൂട്ടിന് വേണ്ടി എടുത്തു വെച്ചാണ് ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഉള്ളത് ടെറസിലേക്കാണ്. അതേ കണ്ടോ, ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേയുടെ ഇവിടെ സാധനം ഇവിടെ കെട്ടി തൂക്കിയിട്ടേക്കുക. ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഞങ്ങളുടെ ചെണ്ട ഉണ്ടോ, ബ്ലാക്ക് ഞങ്ങളുടെ അത് ചെണ്ടയാണ്. പിന്നെ ഇപ്പോഴുള്ള വനന്തല ഇരത്താളം ഞാൻ നേരത്തെ ഇടയ്ക്ക് കാണിച്ച് മുറിയിലിരിക്കേണ്ടായിരുന്നു. ഞങ്ങളുടെ സൈക്കിൾ, ഇതെൻ്റെ 2ാമത്തെ സൈക്കിള്, ഇതെൻ്റെ 3ാമത്തെ ഇപ്പോഴത്തെ സൈക്കിള്. പിന്നെ ചെറിയ സൈക്കിൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ടയർ പൊട്ടിപ്പോയി, അതിന് വാങ്ങിക്കാൻ കിട്ടില്ല എന്നാ പറഞ്ഞത്. കടയിലൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് ടെറസിലേക്ക് പോകാം. ഇതാണ് ടെറസ്. കണ്ടോ ഈ കണ്ടോ സൂര്യനെ കണ്ടോ നിങ്ങൾ, നല്ല റെഡ് സൂര്യൻ. എനിക്ക് ഈ വ്യൂ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അത് ആ വഴി എങ്ങോട്ടാന്ന് വെച്ചാൽ അത് ആ പാടത്തേക്കും, അവിടെ ഒരു പാടം കണ്ടോ, ആ പാടത്തേക്കുള്ള വഴിയാണ് അത്. പിന്നെ ആ സൈഡിലായിട്ട് സച്ചുവിൻ്റെ വീട്, സുനാസ് വീടിൻ്റെ ടെറസാണ്. നിങ്ങൾ ആ സൈഡിൽ കാണുന്നത് അപ്പുറത്തെ കാണണേ. ഇനി ഇതെൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ഫ്ലെക്സ്. അപ്പം നമുക്കിനി താഴെ എത്തിയിട്ട് കാണാം. അയ്യോ ഞാനൊരു കാര്യം കാണിച്ചു തരാൻ പറ്റുന്നത് ടെറസിൽ തന്നെ ഉള്ളൊരു കാര്യമാണ്. ഒന്നുകൂടെ പോകാം. നമ്മളെ വിറകൊച്ചുണ്ട്, പിന്നെ കണ്ടോ പറയണ്ട, പേടിച്ചു പറയാണ്ട്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ, വെറുതെ അല്ലാതെ നിന്നെ അവിടെ വെച്ച് കാണാൻ. ഞാൻ എപ്പോഴും വിളിച്ചിരിക്കണേന്നറിയോ, ഇങ്ങോട്ട് വരും പിന്നല്ലേ ഇപ്പോഴല്ലേ വന്നേ. എൻ്റെ പൊന്നോ, എനിക്ക് എന്തിനാണ് ഇപ്പോൾ ഇത് കാണിച്ചു തരാൻ തോന്നിയത്. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ നടന്നു വന്ന വഴികൾ. ഇനിയിപ്പോൾ നമുക്ക് താഴെ എത്തിയിട്ട് കാണാം. നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഉണ്ണീസ് ടു ബി സൈനിങ് ഔട്ട്. ബൈ ഗൈസ്.